ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അടി ഇടി ബഹളം. അപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100K അടിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്താണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങണമെന്നൊക്കെ ഒരുപാട് പ്ലാൻ ചെയ്ത് തുടങ്ങിയതൊന്നല്ല. ആക്ച്വലി യൂട്യൂബ് ചാനലിന്റെ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ മൂമെന്റ്സ് എപ്പോഴും ഇങ്ങനെ എന്താ നമ്മുടെ സ്പെഷ്യൽ മൂമെന്റ്സ് എപ്പോഴും നമുക്ക് ഇങ്ങനെ യൂട്യൂബിൽ ഇടുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്നെ എടുത്ത് കാണും. ആൾക്കാര് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ വെരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മള് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്കറിയില്ലല്ലോ ആൾക്കാർ ഫോളോ ചെയ്യോ ഇല്ലോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇട്ടു, ഇങ്ങനെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇട്ടിട്ട് ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് 1000-ൽ കൂടുതൽ ഞങ്ങളെ സംബന്ധിച്ച് 1000-ൽ കൂടുതൽ ആ സമയത്ത് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് വന്നത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഫുൾ ടൈം യൂട്യൂബേഴ്സ് അല്ല, വേറെ വർക്കുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതേ ഞങ്ങൾ കുറച്ച് പിന്നോട്ടാണ് വീഡിയോസൊക്കെ ഇടുന്നത്. പക്ഷെ ഞങ്ങൾ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാര്യം മണാലി പാർട്ട് 1 പാർട്ട് 2 നമ്മൾ എടുത്തു, പാർട്ട് 3 ആക്ച്വലി ഉണ്ട്. പക്ഷേ അത് ചെയ്യാൻ നാട്ടിലെത്തിയിട്ട് പിന്നെ ഞങ്ങൾ നിന്നിട്ടില്ല. ആൻഡ് വേറെ സന്തോഷ വാർത്ത എന്താണെന്ന് ഇപ്പോൾ എന്താ പറയും. അതെ, ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഞങ്ങളുടെ വീട്ടിലല്ല, നമ്മുടെ വീട്ടിലല്ല. ഞങ്ങൾ ഇത്ര നാളൊന്നും ഞങ്ങളുടെ വീട്ടിലല്ല, ഞങ്ങൾ ഒരു പുതിയ വീട്ടിലേക്ക് മാറുകയാണ്. വീടല്ല, ഫ്ലാറ്റിലേക്ക് മാറുകയാണ്. ഫുൾ കാലി ഫ്ലാറ്റ് ആയിരുന്നു. ഞങ്ങൾ തന്നെയാണ് ഫുൾ ഇന്റീരിയർ ഒക്കെ പ്ലാൻ ചെയ്ത്. ഭയങ്കര സെറ്റപ്പ് ഒന്നും അല്ല, പക്ഷെ അതാണ് അടുത്തൊരു സന്തോഷം. ഹോം ടൂർ യൂട്യൂബിൽ ഒരു ട്രെൻഡാന്ന് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടില്ല അധികം. എന്നാലും അതൊക്കെ ഒന്ന് റെഫർ ചെയ്യട്ടെ, എങ്ങനെയാണ് ഇതിന്റെ പരിപാടി എന്ന്. എന്നിട്ട് ഞങ്ങൾ അതേപോലെ തന്നെ ഷൂട്ട് ചെയ്ത് പുതിയ ഹോം ടൂർ എല്ലാവരും കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പക്ക ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞങ്ങൾ ചെയ്തിരിക്കും. അതാകുമ്പോൾ പിന്നെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ഞങ്ങൾ ശരിക്കും നിങ്ങളെ കാണിച്ചു തരാം എന്താന്ന്. ഹായ്, ഞങ്ങളുടെ TV സ്റ്റാൻഡ് വന്നു. അത് നമ്മൾ ഓൾറെഡി അതെ പക്ഷെ തുറന്നു നോക്കിയപ്പോൾ ഫുൾ ഡിസ്പ്ലേ ഒക്കെ പൊട്ടി പൊളിഞ്ഞാണ്. ഞാൻ എന്നെ ഫ്ലിപ്കാർട്ടിലേക്ക് തിരിച്ചു റിട്ടേൺ അടിച്ചു. ഈ പൈസ തിരിച്ച് അക്കൗണ്ടിൽ വീണിട്ടാണ് രണ്ടാമത് ഓർഡർ ചെയ്യുക. കല്യാണം കഴിഞ്ഞ ടൈമിൽ ഹോം സെന്ററിൽ പോയായിരുന്നു. അപ്പം ഞങ്ങൾ ഈ കാണുന്ന ലൈറ്റ് ഞങ്ങൾ അന്ന് നോട്ടിട്ട് വെച്ചതല്ല ജോ. അതാണ് ഇതാ ഞങ്ങളുടെ ബാൽക്കണി ഒക്കെ സെറ്റ് ചെയ്യാൻ കിടക്കണേ ഉള്ളൂ. ബാൽക്കണിയിൽ ചെടി വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഹായ് ഗായ്സ്, വേർത്ത് കുളിച്ച് നല്ല ഒട്ടിയിരിക്കുക ഞങ്ങള് ചൂടെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ ചൂട് രക്ഷയില്ലട്ടോ. സൗണ്ട് കേൾക്കൂല. കണ്ടോ ബാക്കില് ഞങ്ങൾ നിറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് പോവാണ്. ഒരു കാടിളകി വരുന്നുണ്ടോ എന്നൊരു സംശയം എന്ന് പറഞ്ഞ പോലെ കാട് ഇളക്കിക്കൊണ്ട് ഞങ്ങൾ ഒരു ചട്ടി അങ്ങോട്ട് മറിഞ്ഞതാണ്. അതെല്ലാരും കണ്ടു കാണുമല്ലോ, നിങ്ങളുടെ ഒരു ഭാഗ്യേ. ഇപ്പൊ ഞാനിങ്ങനെ പിടിച്ചോണ്ടിരിക്കേണ്ട അവസ്ഥ. ചില്ലൊക്കെ പൊട്ടുന്ന സൗണ്ട് ഞാൻ കേട്ടത്. അതെന്താ അറിയോ, ഒരു ഇൻഡോർ പ്ലാന്റിന്റെ ഉള്ളില് ഇത് ഉണ്ടായിരുന്നു, പെബിൾസ് ഉണ്ടായിരുന്നു, വൈറ്റ് പെബിൾസ്. അതൊക്കെ തുറച്ച് പല സ്ഥലത്തേക്ക് പോയി. കാറിന്റെ ഒരു അവസ്ഥ. മണ്ണും വീണുണ്ട് കുറച്ച്. പിന്നെ ഞാൻ ഇങ്ങനെ പർച്ചേസ് ചെയ്തതിൽ ലൈക്ക് ഈ ഹോൾ ഷോപ്പിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് മൈ ഫൈൻഡിങ്സ് ആയിരുന്നു ഡെക്കോർ ഡയറി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ്. അത് നമുക്കിപ്പോൾ അവർ നമ്മുടെ ഗോൾഡ്സ് ജിമ്മിൻ്റെ വൈറ്റിലെ ഗോൾഡ്സ് ജിമ്മിൻ്റെ ഓപ്പോസിറ്റ് ബിസ്മീൻ്റെ തൊട്ടടുത്ത് അവരുടെ ഷോപ്പുണ്ട്. ആക്ച്വലി എൻ്റെ സിസ്റ്ററിലോ, അതായത് ഷാലുക്കുട്ടിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ അവിടെ ഒരു ഷോപ്പുണ്ട്, അവിടെ പോയി. ഞാൻ കേർട്ടൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കേർട്ടനൊന്നും എനിക്ക് ഓൺലൈനിലൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു എന്താ പറയുക, ബ്ലോക്ക് പ്രിൻ്റൊക്കെ പോലത്തെ നല്ല കേർട്ടൻസ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ഷാലു പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പുണ്ട്, പോയി നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ദിസ് വൺ ഡെക്കോർ ഡയറി. ഇവരുടെ ഷോപ്പിൽ 2 കേർട്ടൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി പോയത്. പക്ഷേ
റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, ലൈക്ക് വാങ്ങിച്ച് പോകും നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ. 1000 രൂപ ബഡ്ജറ്റിൽ വിട്ടിട്ട് പറയല്ലേ, ഞാൻ അത്യാവശ്യം കുറേ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഫർണിച്ചേഴ്സ് എല്ലാം വന്നു, ഡ്രില്ലിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ അവസാനത്തെ ക്ലീനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്ലീനിങ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കും, പിന്നെ കേർട്ടൻ ഇടും, പിന്നെ എന്താ എല്ലാ സാധനങ്ങളും എവിടെ ഇടണ്ടേന്നൊക്കെ ഇങ്ങനെ നോക്കി അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യും. അപ്പോൾ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. നാളെ 7:45 8:45 ഇടയ്ക്കാണ് നമ്മുടെ സമയം, പാലുകാച്ചിൻ്റെ സമയം. നാളെ ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ കാണിച്ചു തരാം. ഓക്കെ. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ പൂർണ്ണദർശന അമ്പലത്തിലൊക്കെ വന്ന് തൊഴുതു. കാരണം പൂർണ്ണദർശന മണ്ണിലാണല്ലോ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ വന്ന് തൊഴുതു. അനുവാദം ചോദിക്കാൻ വന്നേക്കാ. ഞങ്ങൾ പോവാം. ഞങ്ങൾ ആക്ച്വലി വീഴ്ച ബാക്കി എല്ലാവരോടും എത്തി. അതെ, അപ്പോൾ ഓക്കെ വീട്ടിൽ വെച്ച് കാണാം. ഉണ്ണിയപ്പം കറക്റ്റ് 7:45 കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും വീടിൻ്റെ പുറത്തിറങ്ങിയത്. എല്ലാവരും ഇനി വീട്ടിലേക്ക് ഇനി വീണ്ടും കയറാൻ പോവാണ്. അപ്പോൾ വിളക്കും പറയും ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അവിടെ നിൽക്കുന്നത്. ഇനി നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് നമ്മളിങ്ങനെ മുട്ടി ചോദിക്കുമല്ലോ, അനുവാദം ചോദിക്കുമല്ലോ കയറാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിനിയിപ്പോൾ അതാ കയറാൻ പോവാണ്. അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു ഭംഗിയുള്ള വിളക്ക് കൊടുത്തിട്ട് എനിക്ക് ഇങ്ങനത്തെ പാൽ ഷോട്ട്. അങ്ങനെ പാലുകാച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ടെറസിലേക്ക് വന്നു. കാരണം ഇവിടെയാണ് നമ്മൾ ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും. അപ്പോൾ കാരണം താഴെ നമ്മുടെ ഫ്ലാറ്റിൽ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ടെറസിലാണ് ഇത് സെറ്റ് ചെയ്തിരുന്നത്. ഇവിടെ ടെറസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇതൊന്നും അല്ല. ഇവിടെ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കും. കുറച്ച് ദിവസമായാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു ഇങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ വൈകിട്ടാകുമ്പോൾ അതേ കാണിച്ചു തരാം. ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതാണ് തൃപ്പൂണിത്തുറ അമ്പലം, പൂർണ്ണത്രേശന അമ്പലം. അതാണ് ആ നടയാണ് കാണുന്നത്, കുളം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ പാലുകാച്ചിലൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇവിടെ അച്ചു വിളമ്പണ തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ ക്ലോസ് കസിൻസ് മാത്രമേ, ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാലുകാച്ചി ഇപ്പോൾ അവർ പറഞ്ഞു കറക്റ്റ് വടക്കും കിഴക്കുമായിട്ട് പാല് വീണു, നല്ല ഐശ്വര്യമാണ് എന്നൊക്കെ പറഞ്ഞു. എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? രണ്ടമ്മമാരെയും മനസ്സിലായി ഭയങ്കര സന്തോഷം, നല്ല എന്താ പറയുക, സന്തോഷമായിട്ട് അങ്ങനെ ഞാൻ ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് എൻ്റെ അമ്മ പറയുന്നത്. അതെന്തിനാണ് ഈ പാലാച്ചിലെ സമയത്ത് പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും അതിനിപ്പോ എന്താ, ഒരാള് പാത്രം കഴിയുമ്പോൾ ഒരാൾ അടിച്ചു വാരുക കേട്ടോ. ഒരാള് പാത്രം കഴിയുമ്പോൾ ഒരാൾ അടിച്ചു വാരുക. ഞങ്ങളുടെ ജനറേഷൻ വേറെ.
ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ല, രണ്ടുപേരും അച്ചുവും നന്ദു ഒരുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒന്നിച്ച് താമസിക്കുമ്പോ ഞാനുണ്ട്, ഇനി ഒറ്റയ്ക്കാവുമ്പോ അച്ചു ഒരുമിച്ച് ചെയ്യണം. നന്ദുവിന്റെ കൂടെ നിന്ന് എല്ലാം ഷെയർ ചെയ്യണം. എന്താ വേണ്ടേ? വെള്ളം തരാലോ. അച്ചച്ചമ്മണി കുറച്ച് വെള്ളം കൊടുത്തേ കൊച്ചിന്. അവിടെ ഇരുന്നല്ലേ നൈസായിട്ട്. എന്നാ ഒന്ന് വിളിക്കാം. അച്ചു ഇരിക്കി എന്നും പറഞ്ഞ്. മോശമായി പോയിട്ടാ, മോശമായി പോയി. അതെ, എന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് വട കയറ്റണം നോക്കിയേ. ഇഡ്ഡലി ഗർഭ, വട ഗർഭ. അതെ, ശരിക്കുള്ള ഗർഭ. ഇപ്പോഴത്തെ ഉച്ച സമയമായി. കുറച്ച് പേരൊക്കെ കുറച്ച് ആവശ്യങ്ങളൊക്കെ പ്രകാരം അവർ പോയി. പക്ഷെ ബാക്കി എല്ലാവരും ഉണ്ട്. ബാക്കി എല്ലാവരും സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നോക്കിക്കോട്ടെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് അവനെ കൂട്ടാണ്ട് കഴിച്ചതിന് ഒരാൾ അവിടെ നിന്ന് കഴിക്കണുണ്ടോ? എന്നെ വിളിക്കാണ്ട് കണ്ട എന്താ, ഭാര്യനെ വിളിക്കാണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ. ഇതാണ് ആദ്യം മാറ്റേണ്ട സ്വഭാവം. ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഒരുപാട് നേരം സംസാരിച്ചിരുന്നിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇന്ന് ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. എന്തായാലും നമുക്കിനി ഹോം ടൂറിലേക്ക് പോവാം. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ലിവിങ് റൂമാണ്. അപ്പോൾ ലിവിങ് റൂം ആക്ച്വലി ഞങ്ങൾക്ക് ആസ് കോസി ആസ് പോസിബിളായിട്ട് ചെയ്തെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം കൂടുതൽ ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ലിവിങ് റൂമിലായിരിക്കും. ഞങ്ങൾക്ക് 100% ഉറപ്പായിരുന്നു കേസ്. പിന്നെ ഒരുപാട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഉള്ള സ്പേസിൽ നമുക്ക് ഭയങ്കര കോസി ആയിട്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം ഞങ്ങളുടെ ആഗ്രഹം പോലെയും ഞങ്ങളുടെ ഒരു വിഷൻ പോലെയൊക്കെ ഞങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് റൂം എന്ന് പറയുന്നത്. ലിവിങ് റൂമിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ നമ്മുടെ ബാൽക്കണി ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ള കുറേ ചെടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങളെല്ലാം പുറത്ത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പുറത്ത്. പിന്നെ തുളസിത്തറ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഒരു കുഞ്ഞി തുളസിത്തറയുണ്ട് അവിടെ. പിന്നെ ഈ ഒരു ടൈമിൽ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു സന്ധ്യ സമയത്താണ്. ഈ സമയത്താണ് ഏറ്റവും ഭംഗി ഫ്ലാറ്റ് കാണാനായിട്ട്. നമ്മൾ കേർട്ടൻ ഇട്ടാലും നമ്മുടെ ഈ 2 ബാൽക്കണീസും ഫേസ് ചെയ്യുന്നത് നമ്മുടെ ഈ പടിഞ്ഞാറ് സൈഡായതുകൊണ്ട് സൺസെറ്റ് ടൈമായിരിക്കും. മാറി നിൽക്കും സൺസെറ്റ് ടൈമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഫ്ലാറ്റിൽ കാണുന്ന ഒരു ഗോൾഡൻ കളറിൽ ആ ഒരു കളറ് ഭയങ്കര രസമാണ്. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ നമ്മൾ ഏറ്റവും സ്പേസ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിളാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അത് നീക്കിയിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഞങ്ങൾ ഇവിടെയാണ് ചെയ്യാറ്. പിന്നെ നമുക്കൊരു ക്യൂട്ട് ഓപ്പൺ കിച്ചണും ഉണ്ട്. 2 ബെഡ്റൂം ഫ്ലാറ്റാണ്. ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം. ഇപ്പോൾ ഈ കാണുന്ന കേർട്ടനൊക്കെ ഉണ്ടല്ലോ, ഈ കേർട്ടനാണ് ഞാൻ നമ്മുടെ ഡെക്കോ ഡയറിയിൽ നിന്ന് വാങ്ങിച്ച കേർട്ടനും ബെഡ്ഷീറ്റും ഈ ക്വിൽറ്റും എല്ലാം ഞാൻ വാങ്ങിച്ചത് ഡെക്കോ ഡയറിയിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു എസ്തെറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഇങ്ങനത്തെ പ്രിൻ്റുള്ള കേർട്ടൻസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയ ആയിട്ട് ഞങ്ങൾ ഈ ഒരു സ്ലാൻറ്റിങ് മിറർ മാത്രമേ വെച്ചിട്ടുള്ളൂ, സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് റൂമിന് ഒരുപാട് സ്പേസ് ഉള്ള പോലെ നമുക്ക് തോന്നും. പിന്നെ ഇത് നമ്മുടെ ഈ മെയിൻ ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബാൽക്കണി. ഇവിടെ ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, കാരണം അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇത് തൽക്കാലം പ്ലെയിനായിട്ട് കിടക്കാണ്. ഭാവിയിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് സൺസെറ്റൊക്കെ കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ താഴെ നമുക്കൊരു കുളമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ, പക്ഷെ നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കുളമൊക്കെ കാണാം. പിന്നെ ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ഭയങ്കര കാറ്റാണ്. ഇവിടെ വന്ന് നിൽക്കാനായിട്ട് നല്ല രസമാണ് കേസ്. ഞങ്ങൾ ഫ്രീ ആയിട്ടുള്ള ഈവനിങ്സ് മോസ്റ്റ് ഓഫ് ദ ടൈം ഞങ്ങൾ ഏതെങ്കിലും 2 ബാൽക്കണിയിലുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു ടൈമിൽ വീഡിയോ എടുക്കാനും നല്ല രസമാണ്. എക്സ്ട്രാ ലൈറ്റിങ്ങിൻ്റെ ആവശ്യമില്ല, നല്ല രസമാണ്. നമ്മൾ മറ്റേ സൺ കിസ്ഡ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ടൈമാണിത്, പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇനി നമുക്കുള്ളത് സെക്കൻഡ് ബെഡ്റൂമാണ്. സെക്കൻഡ് ബെഡ്റൂം ഇത്ര വലുതല്ല, ഇതിലും കുറച്ചും കൂടെ ചെറുതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. അപ്പോൾ സെക്കൻഡ് ബെഡ്റൂമിൽ നമുക്ക് ആക്ച്വലി ഒരു അറ്റാച്ച്ഡ്, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ബാൽക്കണി നമുക്ക് അവിടെ ഇല്ല. പക്ഷെ എന്നാൽ നമുക്ക് ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. അവിടേക്ക് നമുക്കിങ്ങനെ കുനിഞ്ഞൊക്കെ കയറാം. അതായത് നമുക്ക് ഇവരൊരു ഗേറ്റല്ല, എന്താ പറയുക, ഈ ഒരു ജനല നമുക്ക് അടിഭാഗം നമുക്കിങ്ങനെ തുറക്കാൻ പറ്റും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കുനിഞ്ഞൊക്കെ കയറാം. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ നിൽക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു വ്യൂവിനേക്കാൾ, ഇതിപ്പോൾ നേരെ അപ്പുറത്തെ ഫ്ലാറ്റിലോട്ട് നോക്കിക്കണല്ലോ, അപ്പോൾ ഈ വ്യൂവിനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടം അപ്പുറത്തെ വ്യൂ ആയതുകൊണ്ട് ഞങ്ങൾ മോസ്റ്റ് ഓഫ് ദ ടൈം ആ 2 ബാൽക്കണിയിലാണ് സ്പെൻഡ് ചെയ്യുക.
അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഹോം ടൂറ്. അപ്പോൾ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെട്ടെന്നൊരു 6 മാസത്തിനുള്ളിലൊക്കെ വീട്ടിൽ നിന്ന് മാറണം, ഒറ്റയ്ക്ക് താമസിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങളുടേതായ സ്പേസ് വേണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ദൈവം സഹായിച്ച് അതൊക്കെ സാധിച്ചു. പിന്നെ നമ്മുടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മുടെ ലിവിങ് റൂം ഏരിയ, നമ്മൾ കസിൻസും ഫ്രണ്ട്സൊക്കെ വരുന്ന സമയത്ത് നമ്മൾ TV ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇവിടെ തന്നെയാണല്ലോ കിടന്നുറങ്ങുക. പണ്ടൊക്കെ നമ്മൾ പായൊക്കെ വിരിച്ച് നമ്മൾ എല്ലാ കസിൻസ് ഒരുമിച്ചൊക്കെ കിടന്നുറങ്ങില്ലേ, അതേപോലെ ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സോഫ കം ബെഡ് നിർബന്ധമായിട്ട് വാങ്ങിച്ചിട്ടത്. അപ്പോൾ ഞങ്ങൾ കസിൻസും ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെയാണ് കിടന്നുറങ്ങുക. അല്ലാണ്ട് ചില രാത്രികളിൽ ഞങ്ങൾ ഇവിടെ കിടന്നുറങ്ങി പോകാറുണ്ട്. അപ്പോൾ ഇതാണ് അപ്പം ഞങ്ങളുടെ കുട്ടി ഫ്ലാറ്റിൻ്റെ ടൂറ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹോം ടൂർ ചോദിച്ചവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്തായാലും താങ്ക്സ് ഫോർ ഓൾ ദ ലവ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.